ബി.ജെ.പിയുടെ കൊടകര കുഴൽപ്പണക്കേസിൽ തുടരന്വേഷണത്തിന് അനുമതി നൽകി ഇരിങ്ങാലക്കുട അഡീഷണൽ സെഷൻസ് കോടതി 90 ദിവസത്തിനകം റിപ്പോർട്ട് സമർപ്പിക്കാൻ നിർദ്ദേശം. വിവരങ്ങളുമായി സുനിൽ അരുമാനൂർ തൃശൂരിൽ നിന്ന് ചേരുകയാണ്. സുനിൽ, ഈ സമീപകാലത്താണ് കൊടകര കുഴൽപ്പണക്കേസ് വീണ്ടും വലിയ ചർച്ചയായത്. ബി.ജെ.പിയുടെ മുൻ ഓഫീസ് സെക്രട്ടറി ആയിരുന്ന തിരൂർ സതീഷിന്റെ വെളിപ്പെടുത്തലുകളാണ് ആ കേസിനെ തുടർ ചർച്ചയിലേക്ക് കൊണ്ടുവന്നത്. 43 കോടിയോളം രൂപ കേരളത്തിലുടനീളം വിതരണം ചെയ്യപ്പെട്ടു ബി.ജെ.പിയുടെ കുഴൽപ്പണമായെന്ന്, അത് സംസ്ഥാന പ്രസിഡന്റിന്റെ അടക്കം അറിവോടെയായിരുന്നു എന്ന വളരെ ഗൗരവതരമായ വെളിപ്പെടുത്തലാണ് തിരൂർ സതീഷ് നടത്തിയത്. അതിന്റെ അടിസ്ഥാനത്തിൽ ഇപ്പോൾ തുടരന്വേഷണത്തിന് പോലീസ് അനുമതി തേടുകയായിരുന്നു. കോടതി അനുമതി നൽകിയിരിക്കുകയാണ്. തുടരന്വേഷണത്തിന് അനുമതി നൽകിക്കൊണ്ട് കോടതി വിശദീകരിച്ചിരിക്കുന്നത് എങ്ങനെയാണ്? മനു, ഈ കൊടകര കുഴൽപ്പണ കേസുമായി ബന്ധപ്പെട്ട് ബി.ജെ.പി. ഓഫീസ് സെക്രട്ടറിയായ തിരൂർ സതീഷ് നടത്തിയ വെളിപ്പെടുത്തലിൻ്റെ അടിസ്ഥാനത്തിലാണ് പോലീസ് നേരത്തെ അന്വേഷിച്ചിരുന്ന DCP ആയിട്ടുള്ള രാജുവിൻ്റെ നേതൃത്വത്തിലുള്ള സംഘമാണ് നേരത്തെ ഈ കേസ് അന്വേഷിച്ചിരുന്നത്. അവർ തന്നെയാണ് തുടർ അന്വേഷണത്തിന് വേണ്ടിയിട്ട് അപേക്ഷ സമർപ്പിച്ചത്. പബ്ലിക് പ്രോസിക്യൂട്ടർ വഴിയാണ് അപേക്ഷ സമർപ്പിച്ചത്. അത് നേരത്തെ തൃശ്ശൂർ കോടതിയിലാണ് സമർപ്പിച്ചത്. അപ്പോൾ തൃശ്ശൂർ കോടതി ഈ കേസ് അപേക്ഷ പരിഗണിച്ചുകൊണ്ട് ഇപ്പോൾ കുറ്റപത്രം സമർപ്പിച്ചിരിക്കുന്നത് ഇരിങ്ങാലക്കുട സെഷൻസ് കോടതിയിലാണ്. അതുകൊണ്ട് നിങ്ങൾ ഈ അപേക്ഷ ഇരിങ്ങാലക്കുടയിലേക്ക് നൽകണം എന്ന് കാട്ടിയാണ് ഇരിങ്ങാലക്കുടയിലേക്ക് അപേക്ഷ നൽകുകയും ഇന്ന് ആ കേസ് പരിഗണിക്കുകയും അപേക്ഷ പരിഗണിച്ചുകൊണ്ടാണ് ജഡ്ജി വിനോദ് കുമാർ തുടരന്വേഷണത്തിന് പോലീസ് സംഘത്തിന് അനുമതി നൽകിയിരിക്കുന്നത്. നേരത്തെ തന്നെ സംസ്ഥാന സർക്കാർ മന്ത്രിസഭാ യോഗത്തിന് ശേഷം 8-അംഗ സംഘത്തിനെ തുടരന്വേഷണത്തിന് വേണ്ടി പ്രഖ്യാപിച്ചിരുന്നു. ഈ അന്വേഷണ സംഘം അന്വേഷണം നടത്താൻ തയ്യാറായിരിക്കുന്ന ഒരു സാഹചര്യത്തിൽ നിയമപരമായിട്ടുള്ള കാര്യമെന്ന് പറയുന്നത് തുടരന്വേഷണത്തിൽ കോടതിയുടെ അനുമതി ആവശ്യമായിരുന്നു എന്നുള്ളതാണ്. ഇപ്പോൾ അനുമതി ലഭിച്ചിരിക്കുന്നു. കോടതി പറഞ്ഞ ഒരു പ്രധാനപ്പെട്ട കാരണം, നിങ്ങൾക്ക് ഏത് സാഹചര്യത്തിലാണ് തുടരന്വേഷണം വേണമെന്ന് ബോധ്യപ്പെടുത്തണമെന്നുള്ളതായിരുന്നു. അത് കൃത്യമായി തന്നെ ബോധ്യപ്പെടുത്തിയിരുന്നു. തിരൂർ സതീഷ് ചില വെളിപ്പെടുത്തലുകൾ നടത്തിയിട്ടുണ്ട്. പുതുതായി പണം വാങ്ങിയതുമായി ബന്ധപ്പെട്ട വെളിപ്പെടുത്തലുകളും ഇനി ആരൊക്കെയാണ് ഈ കുഴൽപ്പണം കൈപ്പറ്റിയതെന്നും അതിന് വ്യക്തമായ തെളിവുകൾ തൻ്റെ കയ്യിലുണ്ട് എന്ന് തിരൂർ സതീഷ് വെളിപ്പെടുത്തിയിട്ടുണ്ട്. അതുകൊണ്ട് തിരൂർ സതീഷിനെ കൂടുതൽ ചോദ്യം ചെയ്യലിന് വിധേയമാക്കണം. ആ ചോദ്യം ചെയ്യലിന് വിധേയമാക്കലിലൂടെ അദ്ദേഹം നൽകുന്ന തെളിവുകൾ പരിശോധിച്ച ശേഷമായിരിക്കണം അന്വേഷണം ഏത് രീതിയിൽ മുന്നോട്ട് പോകേണ്ടത് എന്ന് തീരുമാനിക്കുകയെന്നും ഈ അന്വേഷണ സംഘത്തിന് വേണ്ടിയിട്ട് പ്രോസിക്യൂട്ടർ കോടതിയെ അറിയിച്ചു. അതിൻ്റെ അടിസ്ഥാനത്തിലാണ് കോടതി പറഞ്ഞത് തുടരന്വേഷണമാവാം, പക്ഷേ 90 ദിവസത്തിനകം തന്നെ നിങ്ങൾ അന്വേഷണ റിപ്പോർട്ട് കോടതിയിൽ ഹാജരാക്കണം. അതിനനുസരിച്ചുള്ള നടപടികളുമായി വളരെ പെട്ടെന്ന് തന്നെ നിങ്ങൾക്ക് മുന്നോട്ട് പോകാം എന്നുള്ള അനുമതിയാണ് നൽകിയിട്ടുള്ളത്. അപ്പോൾ കോടതിയുടെ അനുമതി ലഭിച്ച സാഹചര്യത്തിൽ നാളെ തന്നെ തിരൂർ സതീഷിന് നോട്ടീസ് നൽകിക്കൊണ്ട് മൊഴിയെടുക്കൽ നടക്കാനുള്ള സാധ്യതയാണ് ഇപ്പോൾ ഉള്ളത്. ഈ 8-അംഗ അന്വേഷണ സംഘത്തിൽ കൊച്ചി DCP സുദർശനും നേരത്തെ ഈ കേസ് അന്വേഷണം നടത്തിയിരുന്ന രാജുവും അടക്കം DYSP രാജുവും അടക്കം ഈ സംഘത്തിനകത്ത് ഉൾപ്പെട്ടിട്ടുണ്ട്. മറ്റു ഉദ്യോഗസ്ഥർ ക്രൈംബ്രാഞ്ചിൻ്റെ എക്കണോമിക് ആൻഡ് ഒഫൻസ് വിങ്ങിലെ ഉദ്യോഗസ്ഥർ ഇതിനകത്തുണ്ട്. അപ്പോൾ ഇത്തരത്തിൽ എല്ലാവരും കൂടെ ചേർന്ന് ഈ 8-അംഗ സംഘമായിരിക്കും ഈ വിഷയത്തിൽ, അതായത് തിരൂർ സതീഷിൻ്റെ മൊഴി രേഖപ്പെടുത്തിക്കൊണ്ട് ഈ കേസിൽ തുടരന്വേഷണം നടത്തുക. മനു.